ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കൊമേഴ്സ് ലേണർ. ഈ വീഡിയോയിൽ +1 ഇക്കണോമിക്സ് എക്സാമിന് എങ്ങനെ ഫുൾ മാർക്സ് മേടിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: ഫർഗെറ്റ് ദ ഫിനിഷ്ഡ് എക്സാം. കഴിഞ്ഞു പോയ എല്ലാ എക്സാംസും ഇനി അങ്ങോട്ടേക്ക് മറക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. ഇത് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ മെൻ്റലി പ്രിപ്പയർഡ് ആക്കുന്നതാണ്. മെൻ്റലി നിങ്ങളുടെ മൈൻഡാണ് നിങ്ങളെ എന്തും ചെയ്യിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ മൈൻഡ്. അപ്പം നിൻ്റെ മൈൻഡിനെ ഓർമ്മിപ്പിക്കുക, എൻ്റെ ചില എക്സാംസ് കഴിഞ്ഞതാണ്, അതിനെക്കുറിച്ച് ഞാൻ ഇനി ഓർത്തിരുന്നിട്ട് ഒരു യൂസും ഇല്ല, അത് ഞാൻ ഇനി മറക്കണം. സോ കഴിഞ്ഞ എക്സാംസിനെ കുറിച്ച് കംപ്ലീറ്റ്ലി, കഴിഞ്ഞ എക്സാംസിൽ നിങ്ങൾ എടുത്ത ഹാർഡ് വർക്കും സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം അങ്ങോട്ട് മറക്ക്, എല്ലാം പോട്ടെ. ഇനി നിങ്ങളുടെ ഏതൊക്കെ എക്സാംസ് ടഫായിരുന്നു, ഏതൊക്കെ എക്സാംസ് ഈസി ആയിരുന്നു എന്നൊക്കെ നിങ്ങൾക്കറിയാം, അല്ലേ? അത് ഈസി ആയാലും ടഫായാലും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, ഞാൻ പഠിച്ചത് മറന്നുപോയി, ഞാൻ ഇതല്ല വിചാരിച്ചത്, ഞാൻ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ടഫായിരുന്നു, എനിക്ക് എഴുതാൻ പറ്റിയില്ല, ഞാൻ എഴുതി തീരുന്നതിന് മുമ്പേ പേപ്പർ ടീച്ചർ മേടിച്ചുകൊണ്ട് പോയി. ഇങ്ങനെ പല പ്രശ്നങ്ങളും. ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തലവേദന എടുത്തു, എനിക്ക് വയ്യാതെയായി, എനിക്ക് ഉറക്കം വന്നു, ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു തലേദിവസം, എനിക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളുമില്ലേ, അതെല്ലാം നിങ്ങൾ ഫസ്റ്റ്ലി മറക്കാം. ഓക്കെ, അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറും ഒക്കെ മറക്കുക. എന്നിട്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് ഈ പഴയ എക്സാംസിന് നിങ്ങൾ ഉപയോഗിച്ച സ്റ്റഡി മെറ്റീരിയൽസ്, ടെക്സ്റ്റ് ബുക്ക്, പ്രിൻ്റ് ഔട്ട്, PDF എല്ലാനും നിങ്ങളത് നിങ്ങളുടെ മുന്നിൽ നിന്ന് മാറ്റണം. അതായത് ഇപ്പം നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ടേബിളിൻ്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ അക്കൗണ്ടൻസിയുടെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ ബുക്സും അതിൻ്റെ PDF ക്വസ്റ്റ്യൻ പേപ്പർ എസ്പെഷ്യലി ഇരിക്കണ്ടാവും. അതെടുത്താണ് മാറ്റിയേക്ക്. കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. അടുത്ത വർഷമാണ് ഇനി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിനെ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം നിങ്ങളൊന്നും നോക്കണ്ട, അതങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം എടുത്ത് മാറ്റാം. എന്നിട്ട് തിങ്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഒരിക്കലും നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ ഇത്രയാ കുട്ടി അത് തെറ്റിച്ചേക്കാല്ലേ, എന്നാൽ അവൻ്റെ എല്ലാ മാർക്സും കളഞ്ഞേക്കാം, അങ്ങനെയൊന്നും ഒരു സംഭവമില്ല. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പരീക്ഷയ്ക്ക് നിങ്ങൾ ശരിയാക്കിയേക്കുന്നതിൻ്റെ മാർക്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഫുൾ മാർക്സ് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ മാർക്സ് കിട്ടിയിരിക്കും. പ്രോബ്ലംസ് ചെയ്ത് വന്നു, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു പോയിൻ്റ് ലാസ്റ്റ് എത്തിയപ്പോൾ ആ ഒരു പോയിൻ്റ് തെറ്റിയെങ്കിൽ ആ ഒരു പോയിൻറ്റിന് ഒരു മാർക്കുണ്ട്, ഫിക്സ് ചെയ്തേക്കുന്ന മാർക്കുണ്ട്. ആ ഒരു മാർക്ക് മാത്രമേ പോവുള്ളൂ. ബാക്കി നിങ്ങൾ ശരിയാക്കിയ കുറേ പോയിൻറ്റ്സ് ഇല്ലേ, അതിൻ്റെ എല്ലാ മാർക്സ് കളയില്ല. നിങ്ങൾക്ക് ശരിയാക്കിയതിൻ്റെ മാർക്സ് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അങ്ങനെ വിചാരിക്കുക. ഓക്കെ, വിചാരിക്കുന്ന എന്ന് വെച്ചാൽ സത്യമായ കാര്യം അതാണ് കേട്ടോ. അങ്ങനെ പോസിറ്റീവ് മൈൻഡഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കുക. കഴിഞ്ഞത് പോട്ടെ, ഓക്കെ, അതിനെക്കുറിച്ച് ഓർത്ത് നെഗറ്റീവായി. കാരണം എനിക്കറിയാം കുറേ കുട്ടികൾ അക്കൗണ്ടൻസി എക്സാം കഴിഞ്ഞ് കരഞ്ഞിറങ്ങിയെന്ന്, കണ്ണൊക്കെ നിറഞ്ഞാണ് അക്കൗണ്ടൻസി പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, അക്കൗണ്ടൻസി പരീക്ഷ നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് വരാൻ പോകുന്നത് ഇക്കണോമിക്സും ഇംഗ്ലീഷും ആണ്. എക്കണോമിക്സ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുക. പോസിറ്റീവ് മൈൻഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഫോണൊക്കെ എടുത്ത് യൂട്യൂബൊക്കെ എടുത്ത് 2 അടിപൊളി പാട്ടുകളൊക്കെ ഇരുന്ന് കേൾക്ക്, 2 സ്റ്റെപ്പൊക്കെ ഇടുക. ചെയ്ത് കഴിയുമ്പോൾ പയ്യെ നിങ്ങളുടെ നെഗറ്റീവ്സൊക്കെ പൊക്കോളും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിലെ ഫുൾ തിയറീസും സെക്കൻഡ് പാർട്ടിലെ ഫുൾ സ്റ്റാറ്റിസ്റ്റിക്സുമാണ് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തേക്കണേ, അല്ലേ? നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണെന്ന് കണ്ടുപിടിക്കുക. എനിക്കിപ്പോൾ തിയറി ഇഷ്ടം, പക്ഷെ നിങ്ങളോട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണം, പക്ഷെ എനിക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ഇഷ്ടം എന്ന് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാര്യം പറയാം, നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണ് അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങൾ വിചാരിക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പഠിച്ചിട്ട് പോവാം. അങ്ങനെയല്ല. നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണ് നിങ്ങളത് നന്നായിട്ട് വൃത്തിയായിട്ട് ഫുള്ളായിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം, അത് അടിപൊളിയായിട്ട് പഠിച്ചോളണം. മറ്റേത് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കാം. പക്ഷേ നിങ്ങളുടെ സ്ട്രോങ് ഏരിയയിലെ അത് അടിപൊളിയായിട്ട് പഠിച്ചോളണം.
ഓക്കെ. 8 മാർക്സിൻ്റെ ഷ്യൂർ ക്വസ്റ്റ്യൻ ആയിട്ട് ലാസ്റ്റ് ചോദിക്കുന്നത് മീൻ മീഡിയൻ മോഡ് കാണാനാണ്. ഇത് എല്ലാവരും ചെയ്ത് പഠിക്കണം. എക്സാമിൻ്റെ അന്ന് ഈ ചോദ്യം ആരെങ്കിലും തെറ്റിച്ചു എന്ന് ഞാൻ അറിഞ്ഞ, ഓക്കെ, എന്തായാലും കമൻറ്റ് വരും, എനിക്ക് കമൻറ്റ് വരാറുണ്ട്, ടീച്ചർ ഇത് ചെയ്തപ്പോൾ ഇങ്ങനെ പോയല്ലോ, ഇങ്ങനെ മാർക്സ് പോയി, അവിടെ മാർക്സ് പോവില്ലേ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഞാൻ ദേ ഇപ്പോൾ പറയുന്നത് മീൻ മീഡിയൻ മോഡ് നന്നായിട്ട് പഠിക്കണം. ഞാൻ ഇപ്പോൾ പറയാണ് നിങ്ങളോട്. അപ്പോൾ ഇതിനനുസരിച്ച് നന്നായി പഠിച്ചോളണം, കേട്ടല്ലോ. അപ്പോൾ ഇത് തെറ്റിക്കരുത്. മീൻ മീഡിയൻ മോഡ് ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്സ് അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചൊക്കെ, കോൺഫിഡൻസ് ലെവൽ വേറെ ലെവലിലായിട്ട് പോവില്ലേ. യെസ്, സോ ഇത് നന്നായിട്ട് പഠിക്കാം. ഗ്രാഫ്സ്, ബാർ ഡയഗ്രാം, സിസ്റ്റോഗ്രാം, ഒജീവ്, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഇങ്ങനത്തെ ഗ്രാഫ്സും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിരിക്കണം. ഇനി പൈ ഡയഗ്രാമിൻ്റെ ചോദ്യം എപ്പോഴും വരാറുണ്ട്. പ്രൊട്രാക്ടറും കോമ്പസും സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ടാണ് ഈ പൈ ഡയഗ്രാം വരയ്ക്കണേ. പ്രൊട്രാക്ടർ 10ലെ എക്സാം കഴിഞ്ഞപ്പോൾ എവിടെയോ കൊണ്ട് വെച്ചിട്ടുണ്ട്, എവിടെയോ ഉണ്ട്, അല്ലെങ്കിൽ കയ്യിലില്ല എന്നാണെങ്കിൽ ഒരു പ്രൊട്രാക്ടറും ഒരു കോമ്പസും റെഡിയാക്കി കഴിഞ്ഞാൽ പൈ ഡയഗ്രാമിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സൂപ്പർബായിട്ട് സ്വന്തം പ്രൊട്രാക്ടറും സ്വന്തം പെൻസിലും ഉപയോഗിച്ച് വരച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഷ്യൂർ ക്വസ്റ്റ്യൻസ്, GATT ഒരു ക്വസ്റ്റ്യൻ ഷ്യൂർ ആയിട്ട് വന്നിരിക്കും. പാർട്സ് ഓഫ് ടേബിൾ ഷ്യൂർ വന്നിരിക്കും. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ് ഷ്യൂർ വന്നിരിക്കും. റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ വന്നിരിക്കും. സ്റ്റെപ്സ് ഓഫ് റൈറ്റിംഗ് എ പ്രൊജക്റ്റ് വന്നിരിക്കും. ഇതിൽ പ്രൊജക്റ്റിൻ്റെ സ്റ്റെപ്സ് ഓർഡറിൽ പഠിക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ കുറേ ഡൗട്ട്സ് ഉണ്ട്. ഈ ഡൗട്ട്സ് എന്താണെന്നുള്ളത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ക്ലിയർ ആക്കിയിട്ട് പോവാം. അല്ലാണ്ട് നിങ്ങൾ സ്കൂളിൽ ചെന്ന് ആ ലാസ്റ്റ് മൊമെൻറ്റിൽ കൂട്ടുകാരോട് ചോദിച്ച് മൊത്തം റഷിൽ ചെയ്യേണ്ടതല്ല. എന്തൊക്കെ ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട്, ഒരു പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോണു. അപ്പോൾ തെറ്റിപ്പോണത് എന്താ, നമുക്ക് എവിടെയോ ഒരു അറിയാത്തതായതുകൊണ്ടാണ്. അതെന്താണ്, അതിൻ്റെ ഡൗട്ട് എന്താണ് എന്ന് ഞാൻ വീട്ടിലിരുന്ന് ക്ലിയർ ആക്കണം. കാരണം നിങ്ങൾക്ക് എക്സാമിൻ്റെ അടുത്ത വ്യാഴമാണ് എക്സാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ടൈമുണ്ട് പഠിക്കാൻ. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. അവിടെ ചെന്നിട്ട് ഞാൻ കുറേ ക്ലിയർ ആക്കിക്കോളാം, അങ്ങനെ എനിക്ക് ചിലപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ ടൈം കിട്ടില്ല. എസ്പെഷ്യലി മീൻ മീഡിയൻ മോഡ് കാണുമ്പോൾ ഉള്ളത്. ഇവിടെ ഇരുന്ന് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക, എന്നിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, എന്നിട്ട് എക്സാമിന് എഴുതാം. പിന്നെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, ആൻസർ ഷീറ്റ് കിട്ടിയല്ലോ. മോഡൽ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കുക, റിവ്യൂ ചെയ്തൊന്ന് നോക്കുക. മോഡൽ എക്സാമിന് വരുത്തിയേക്കുന്ന തെറ്റുകൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ആ തെറ്റുകൾ നിങ്ങൾ എത്ര പെട്ടെന്ന് പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പഠിച്ച് ക്ലിയർ ചെയ്തോളൂ. കാരണം മോഡൽ എക്സാമിന് നിങ്ങൾ വരുത്തിയേക്കുന്ന തെറ്റുകൾ നിങ്ങൾ പഠിക്കാണ്ടാണ് മെയിൻ എക്സാമിന് പോകണമെങ്കിൽ ആ സെയിം മിസ്റ്റേക്സ് തന്നെ വരുത്തും. ഷുവർ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മോഡലിന് തെറ്റിയേക്കണത് ഏതാണെന്ന് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനിന് തെറ്റ് വരത്തില്ലേ? അത് തന്നെ. യെസ്, അപ്പോൾ മോഡലിന് വരുത്തിയേക്കുന്ന തെറ്റ് ഒന്ന് എല്ലാവരും ആ ആൻസർ ഷീറ്റ് ഒന്ന് എടുത്ത് നോക്കിയേ. മീഡിയൻ മോഡൽ തെറ്റിയേക്കുന്നത് കണ്ടോ? ആ സംഭവം മോഡൽ എക്സാമിൽ വരുത്തിയ തെറ്റുകളെല്ലാം മാക്സിമം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുക, ശരിയാക്കുക. എസ്സേ ആയിട്ട് ചോദിക്കാൻ പോകുന്നത് 3 പ്രോഞ്ച്ഡ് അപ്രോച്ചസ് ചോദിക്കും. പോവർട്ടി എലിവേഷൻ പ്രോഗ്രാമിൻ്റെ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ 8 മാർക്സിൻ്റെ ക്വസ്റ്റൻ ഉണ്ട്, ചോദിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മീൻ മീഡിയൻ മോഡ് ചോദിക്കും. ബാക്കി ഏതൊക്കെയാണ് ചോദിക്കാൻ പോകണമെന്നുള്ളത് ഞാൻ വേറെ വീഡിയോയിലൊക്കെ പറയാം കേട്ടോ. ഇത് ഷുവറായിട്ടും പഠിക്കണം. ഇൻക്ലൂസീവ് മെത്തേഡും എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്താണെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് സംശയമല്ലേ? കൃത്യമായിട്ട് എന്താ ഇൻക്ലൂസീവ് മെത്തേഡ് ഒന്ന് വേഗം നിങ്ങളൊന്ന് മനസ്സിൽ വേഗം പറഞ്ഞു നോക്കിയേ. അല്ലെങ്കിൽ അവിടെ ഇത് പറയാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. പറയാൻ പറ്റാത്തവരില്ലേ? ഇൻക്ലൂസീവ് മെത്തേഡ് എന്താണ്, എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്താണെന്ന് കൃത്യമായിട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് പോകണം. കാരണം ഇൻക്ലൂസീവിൻ്റെ എക്സ്ക്ലൂസീവിൻ്റെയും പ്രോബ്ലം വരും. അതായത് ഇതിനെ ഇൻക്ലൂസീവിലേക്ക് ആക്കുക, ഇതിനെ എക്സ്ക്ലൂസീവിലേക്ക് ആക്കാതെന്ന് പറഞ്ഞ് ടെക്സ്റ്റിൽ കൃത്യമായിട്ടുണ്ട്. ഈ സംഭവം പഠിക്കണം, മറക്കരുത്. നിങ്ങളുടെ മെയിൻ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാം. മേജർ മിസ്റ്റേക്ക്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ ഇപ്പം എൻ്റെ സ്റ്റുഡൻസിൽ നമ്മുടെ കുട്ടികൾ മെയിനായിട്ട് എവിടെയാണ് തെറ്റിക്കണതെന്ന് എനിക്കറിയാം.
ചിലവർ മിഡ് പോയിന്റിൽ തെറ്റിക്കാറുണ്ട്. ചിലവർ CF എന്നുള്ള ഇതൊന്ന് എടുത്ത് എഴുതും. ഫ്രീക്വൻസി എഴുതേണ്ടത് CF എടുത്ത് എഴുതും. CFൻ്റെ മുകളിൽ നിന്ന് എടുത്ത് എഴുതേണ്ടത് ആ അത് തന്നെ മുകളിലെ തെലാംസൈൻ അത് എഴുതും. അങ്ങനെ ചില പെർട്ടിക്കുലർ മിസ്റ്റേക്സ് എല്ലാവരും വരുത്താറുണ്ട്. നിങ്ങളുടെ മെയിൻ മിസ്റ്റേക്ക് ഏതാണ്? എവിടെയാണ് തെറ്റിക്കണത്? നിങ്ങളിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയേ. നിങ്ങൾ ആ മോഡലിൽ ചെയ്തേക്കുന്ന സെയിം തെറ്റ് തന്നെ നിങ്ങളിപ്പോൾ ചെയ്യുക. കാരണം എന്താ, നിങ്ങളുടെ മെയിൻ മിസ്റ്റേക്ക്, നിങ്ങൾ എപ്പോഴും വരുത്തുന്ന മിസ്റ്റേക്ക് അതായിരിക്കും. ആ മിസ്റ്റേക്ക് മെയിൻ എക്സാമിന് വരുത്തരുത്. ആ മിസ്റ്റേക്ക് മെയിൻ എക്സാമിന് വരുത്താതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ആ മിസ്റ്റേക്ക് മനസ്സിലാക്കുക. എന്നിട്ട് പോയി മെയിൻ എക്സാമിന് എഴുതി നോക്കി. ആ സംഭവം ഡബിൾ ടിക്ക് മാർക്ക് ഇടുന്ന പോലെ ആയിരിക്കണം. ടിക്ക് കിട്ടണം. അത് തെറ്റിടരുത് ടീച്ചർ. അതിനുവേണ്ടി നിങ്ങൾ മെയിൻ മിസ്റ്റേക്കിൽ നിങ്ങൾ വരുത്തുന്ന മെയിൻ മിസ്റ്റേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ ക്ലിയർ ആക്കി അത് കറക്റ്റാക്കി പോകണം. മെയിൻ മിസ്റ്റേക്ക് എപ്പോഴും വരുത്തുന്നത് ഇത്തവണ വരുത്തരുത്. ഷുവറായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. +1 ഇക്കണോമിക്സ് വെരി ഈസിയാണ്. പക്ഷെ +2 ഇന്നാണ് ഇക്കണോമിക്സ് എക്സാം നടക്കാൻ പോകുന്നത്. സോ വെരി കോംപ്ലക്സ് ആണ് +2 ഇക്കണോമിക്സ് പഠിക്കാനായിട്ട്. ഈ ഒരു സത്യം മനസ്സിലാക്കി +1 ഇക്കണോമിക്സിൽ മാക്സിമം മാർക്സ് അങ്ങോട്ട് മേടിച്ച് സെറ്റായിരുന്ന +2 ഇക്കണോമിക്സ് ഇച്ചിരി ടഫാണെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. +1 ഇക്കണോമിക്സ് ആണ് എളുപ്പം. ആരോട് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോ. +2 ഇക്കണോമിക്സ് അല്ല, +1 ഇക്കണോമിക്സ് ആണ് എളുപ്പം. സോ ഇപ്പോൾ തന്നെ +1 ഇക്കണോമിക്സ് മാക്സിമം സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോട്ട് എന്നുള്ള വാക്ക് നിങ്ങൾ ചിലവർ ബോൾഡിൽ കൊടുത്തിട്ടുണ്ടാകും. നോട്ട് എന്നുള്ളത് ബോൾഡായിട്ട് കൊടുക്കും. നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. പക്ഷെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നോട്ട് ട്രൂ ബോൾഡിൽ കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങളത് ശ്രദ്ധിക്കാതിരിക്കും. ട്രൂ തന്നെ എടുത്ത് എഴുതി ആ മാർക്സ് കളയും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നോട്ട് ട്രൂ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ആൻസർ നന്നായിട്ട് അത് വായിച്ച് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർഡായി അറ്റൻഡ് ചെയ്യാണ് എന്നാണെങ്കിൽ, പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് എക്സാം എന്നാ ഫ്രൈഡേ ആണ്. ഇക്കണോമിക്സ് എക്സാം ഇംഗ്ലീഷ് എക്സാം സാറ്റർഡേ ആണ്. ഇക്കണോമിക്സ് എക്സാം ആണ് തേഴ്സ്ഡേ ആണ് അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു ഡേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇക്കണോമിക്സ് കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇംഗ്ലീഷ് വരണം. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇക്കണോമിക്സ് ഇടയ്ക്ക് ഇത്തിരി പഠിച്ചാൽ മതി. ഇംഗ്ലീഷ് നിങ്ങൾ ഒരു ദിവസമുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി നേരത്തെ കുറേയൊക്കെ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് ആ എക്സാമിൻ്റെ തലേന്ന് റിവിഷൻ ചെയ്യാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇംഗ്ലീഷ് ഞങ്ങളുടെ ഈ യൂട്യൂബിൽ കാണുന്ന ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഇടാനായിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ദാറ്റ് ഈസ് മൈ ഇംഗ്ലീഷ് ടീച്ചർ. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. +2ൻ്റെ പരീക്ഷയുടെ സമയമായപ്പോൾ എനിക്ക് 650 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കേണ്ട അവസ്ഥ നിങ്ങളൊന്ന് കേൾക്ക്. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാം. അപ്പോൾ എനിക്ക് 650 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. 50 കൂടുതൽ എന്തെങ്കിലും ഉള്ളൂ. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടികളെല്ലാം എന്നെ മറന്നു. അവരെൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തു. ഇപ്പോൾ എനിക്ക് കുറഞ്ഞു. 650 കൂടുതലുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ ഇപ്പോൾ എൻ്റെ കുട്ടികളെല്ലാം എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറവാണ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എനിക്ക് എൻ്റെ ചാനൽ മൈ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുമ്പോൾ ഫുൾ ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്സ് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഇനി അങ്ങനെ ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്സ് മാത്രം ഇടാൻ എന്നുള്ള പ്ലാനാണ് എനിക്ക്. കൊമേഴ്സ് റിലേറ്റഡ് ബാക്കി സബ്ജക്ട്സ് ഒക്കെ ഇതിലും ഇംഗ്ലീഷ് മൈ ഇംഗ്ലീഷ് ടീച്ചറിൽ ഇടാനാണ് എൻ്റെ അമ്മയുടെയും പ്ലാൻ. ഇതെൻ്റെ അമ്മയുടെയാണ് മെയിൻലി ചാനൽ. മറ്റേ മൈ ഇംഗ്ലീഷ് ടീച്ചർ എൻ്റെ ചാനലാണ്. നിങ്ങൾ ഇതിന് തന്ന സെയിം സപ്പോർട്ട് എൻ്റെ സ്വന്തം പാവപ്പെട്ട ഒരു ചാനലാണ്. അതിനും കൂടെ തരണം കേട്ടോ പ്ലീസ്. ഓക്കെ, നിങ്ങൾ പിന്നെ എങ്ങനെയാണ് എന്തൊക്കെ പരീക്ഷയ്ക്ക് എനിക്ക് പഠിക്കാനുണ്ട്, സോ അത് എൻ്റെ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും ഇരുന്ന് ചെയ്യാം. ഉറപ്പായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കും. ഓക്കെ, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെയ്തിരിക്കും. ഓക്കെ, സോ നിങ്ങൾ അമ്മേൻ്റെ സപ്പോർട്ട് ചെയ്ത പോലെ എൻ്റെ ചാനലും കൂടി സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാനൊന്ന് നിങ്ങളോട് പറയാണ് പ്ലീസ്. ഓക്കെ, സോ ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്സ് എല്ലാനും ഞാൻ മൈ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്ന ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ അതും കൂടി കാണണം. പിന്നെ ഒരു കാര്യം പറയാം, എൻ്റെ മെയിൻ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്.
എൻ്റെ അമ്മയുടെ മെയിൻ സബ്ജക്റ്റ് കൊമേഴ്സ്, അക്കൗണ്ടിങ്ങും ബിസിനസ്സും ഒക്കെയാണ്. ഓക്കെ, പക്ഷെ നമ്മൾ എല്ലാ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്നുണ്ട്, കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബാക്കിയെല്ലാം ഞങ്ങൾ ആൻസർ കീയും ഒക്കെ ഇടാനായിട്ട് നോക്കുന്നത്. ഓക്കെ, സോ എൻ്റെ കഥകളെല്ലാം ഇത്രയും നേരം കേട്ടിരുന്നത്, എൻ്റെ ടിപ്സ് എല്ലാം കേട്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.